നമസ്കാരം, ജേക്കബ് ജോർജിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി +2 വിഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്തു വരുന്നത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം പാഠഭാഗങ്ങളെ 5 യൂണിറ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന ടൈറ്റിലാണ് ആദ്യത്തെ യൂണിറ്റ് വരുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് ഹെയ്റ്റ്സ് ഓഫ് ഹാർമണി. ദെൻ മൂന്നാമത്തെ യൂണിറ്റ് ചാലഞ്ചസ് ഓഫ് ലൈഫ്. നാലാമത്തെ യൂണിറ്റ് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അഞ്ചാമത്തെ യൂണിറ്റ് ദ ലൈറ്റർ സൈഡ്. അങ്ങനെ 5 യൂണിറ്റുകളായിട്ടാണ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഓരോ യൂണിറ്റിലും 3-4 ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്താനും ടെക്സ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നവർ മറന്നിട്ടില്ല. നമ്മൾ ആദ്യത്തെ യൂണിറ്റിലുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരുടെ ഇടയിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ആദ്യത്തെ യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നാണ്. ഇത് ക്രിസ്റ്റ്യൻ ലഗാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക സന്ദർഭത്തിൽ നടത്തുന്ന ഒരു സ്പീച്ചാണ് ഈ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഈ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ലെറ്റ്സ് ബിഗിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്, അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ കൊളാഷ് ഗിവൻ ബിലോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കൊളാഷ് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർക്ക് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദെൻ ഐഡൻറ്റിഫൈ ദ പേഴ്സണാലിറ്റീസ് ആൻഡ് ദ ഫീൽഡ്സ് ദേ ആർ റിലേറ്റഡ് ടു. ഈ വ്യക്തികൾ ഏതെല്ലാം ഫീൽഡിലാണ്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ്, ഏതെല്ലാം മേഖലകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ വാട്ട് ആർ ദേ ഫേമസ് ഫോർ. അവർ ഏതെല്ലാം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രശസ്തരായത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത് സ്മിത പട്ടേൽ. സ്മിത പട്ടേൽ എന്ന് പറയുന്ന ദ ഫേസ് ഓഫ് ന്യൂ ഇന്ത്യൻ സിനിമ. ഇന്ത്യയിലെ ഒരു സിനിമ ആക്ട്രസ് ആയിരുന്നു, ഫിലിം സിനി ആക്ട്രസ് ആയിരുന്നു സ്മിത പട്ടേൽ. രണ്ടാമത് ഹെലൻ ബോദൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഡയറക്ടർ BBC ന്യൂസ് ഗ്രൂപ്പ്. ദെൻ അതിനുശേഷം നമ്മുടെ ഇന്ത്യക്കാരിയായ മേരി കോമിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരു ഇന്ത്യൻ ബോക്സറാണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് JK റൗളിംഗ്. റൗളിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ JK റൗളിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഹാരി പോട്ടർ സീരീസിൻ്റെ രചയിതാവാണ് JK റൗളിംഗ്. ഇങ്ങനെ 4 വനിതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഓതർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഈ 4 പിക്ചേഴ്സിൻ്റെ താഴെ തിങ്ക് ആൻഡ് ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാവ് യു എവർ thought about the various roles taken by women in their homes and outside. സോ തൻ്റെ വീട്ടിലും വീടിന് പുറത്തും സ്ത്രീകൾ ചെയ്തു തീർക്കുന്ന വ്യത്യസ്ത ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ടുഡേ. സ്ത്രീകൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ആർ വിമൻ എക്വിപ്ഡ് ടു മീറ്റ് ദോസ് ചലഞ്ചസ്. അത്തരം വെല്ലുവിളികളെ നേരിടാൻ സ്ത്രീകൾ സജ്ജരാണ്. അപ്പം ഇത്രയും ചോദ്യങ്ങളെല്ലാം ആമുഖമായിട്ട് തന്നെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ ചാപ്റ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്ന് ആണ് എന്ന്. ഓക്കെ, ഇനി അതിനു മുമ്പ് ആരാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ്? ക്രിസ്റ്റ്യൻ ലഗാർഡിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. ക്രിസ്റ്റ്യൻ ലഗാർഡ് ബോൺ ഇൻ പാരീസ് ഓൺ 1 ജനുവരി 1956. 1956 ജനുവരി 1 പാരീസിലാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് ജനിച്ചത്. ഈസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എ G8 എക്കോണമി. G8 എക്കോണമിയുടെ ആദ്യത്തെ ഒരു വനിതാ ഫിനാൻസ് മിനിസ്റ്റർ, വനിതാ ധനമന്ത്രിയാണ് ഈ ക്രിസ്റ്റ്യൻ ലഗാർഡ്. ദെൻ ആൻഡ് ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതുപോലെ തന്നെ ഷി വാസ് ദ ഫസ്റ്റ് വിമൻ ഹെഡ് ഓഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യത്തെ വനിതാ ഹെഡും ആയിരുന്നു ഈ ക്രിസ്റ്റ്യൻ ലഗാർഡ്. ദെൻ ഷീ കോൾസ് ഫോർ ഓപ്പണിംഗ് ദ ഡോർസ് ടു വിമൻസ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഇൻ ദ എക്കണോമിക് ഫീൽഡ്. സോ ക്രിസ്റ്റ്യൻ ലഗാർഡ് എപ്പോഴും സ്ത്രീകൾക്ക് മുന്നിൽ വിദ്യാഭ്യാസം, തൊഴിൽ, അതുപോലെ തന്നെ നേതൃത്വ പാഠവും, ഇതിൻ്റെ 3ൻ്റെയും വാതിലുകൾ മലക്കെ തുറന്നിടണം എന്ന ഒരു കോൺസെപ്റ്റ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരാളായിരുന്നു ഈ ക്രിസ്റ്റ്യൻ ലഗാർഡ്.
This speech was delivered at the National Democratic Institute, Washington, D.C. on 90th May 2014. 2014 മെയ് 19 വാഷിങ്ടൺ ഡി സിയിൽ വെച്ചിട്ടാണ് ഈ സ്പീച്ച് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഡെലിവർ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ക്രിസ്റ്റ്യൻ ലഗാർഡിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി. സോ ഷീ വാസ് ദ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എ G8 എക്കോണമി ആൻഡ് ഷീ വാസ് ദ ഫസ്റ്റ് വിമൻ ഹെഡ് ഓഫ് IMF. ഈ രണ്ട് കാര്യങ്ങളും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ഈസ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവരി സൊസൈറ്റി. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫ്രം സ്ലേവറി, അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ സ്ത്രീകളെ തുറന്നു വിടുക എന്ന് ഉദ്ദേശിച്ച അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ് കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകളെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാതെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അവരെ പുറത്തേക്ക് തുറന്നു വിടുക. സോ ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവരി സൊസൈറ്റി. ഏതൊരു സമൂഹത്തിൻ്റെ കാര്യമെടുത്താലും കൃത്യമായ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളുടെ ശാക്തീകരണവും അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യവും. In our country, we have achieved partial success, but we still have a long way to go. So നമ്മുടെ രാജ്യത്ത് നമ്മളിത് ഏകദേശം നേടിക്കഴിഞ്ഞു, പക്ഷേ ഇനിയും നമുക്ക് കുറച്ചധികം ദൂരം സഞ്ചരിക്കാനുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ ഹിയർ ഈസ് എ സ്പീച്ച് ഓൺ ദ റിക്വസൈറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. സോ റിക്വസൈറ്റ്സ് മീൻസ് നെസസറി ഓർ റിക്വയർഡ്. സോ സ്ത്രീകളുടെ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന ഒരു പഠനമാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് മീൻസ് ശാക്തീകരണം ബൈ ക്രിസ്റ്റ്യൻ ലഗാർഡ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. സോ എൻ്റെ ഫ്രണ്ട്സ്, ചങ്ങാതിമാരുടെയും അതുപോലെ തന്നെ കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ അഭ്യുദയകാംക്ഷികളുടെയും മധ്യത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചത് വളരെ ആദരണീയമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. So 21ാം നൂറ്റാണ്ട് this century poses many challenges that require new ways of thinking. അതായത് വ്യത്യസ്തമായി ചിന്തിച്ച് പരിഹാരം കാണേണ്ട രീതിയിലുള്ള ധാരാളം വെല്ലുവിളികൾ 21ാം നൂറ്റാണ്ട് നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എന്താണ്? ദ റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. അതായത് പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്ത്രീകളുടെ ചുമതല എന്ത്, സ്ത്രീകളുടെ സ്ഥാനം എന്ത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് പദവിയാണ് നമുക്ക് നൽകാൻ പറ്റുന്നത്, എന്ത് റോളാണ് നമുക്ക് നൽകാൻ പറ്റുന്നത്, അത് വളരെയധികം സീരിയസ് ആയി തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ധാരാളം വെല്ലുവിളികളുണ്ട്, പക്ഷേ സ്ത്രീകളുടെ വിഷയത്തിനായിരിക്കണം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് ഇവിടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞു വന്നിരിക്കുന്നത്. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ ഇന്ന് സ്ത്രീകൾ അവരുടെ മുഴുവൻ കഴിവും സമൂഹത്തിന് നൽകുന്നതിൽ നിന്ന് അവരെ വിലക്കിയിരിക്കുകയാണ്. അതായത് സ്ത്രീകളെ ഇന്ന് പൂർണ്ണമായും സമൂഹം ഉപയോഗിക്കുന്നില്ല, അവരുടെ കഴിവുകളെ പൂർണ്ണമായും സമൂഹം ഉപയോഗിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. In some countries, per capita income lags significantly because women are denied equal opportunity. ചില രാജ്യങ്ങളിൽ ആളോഹരി വരുമാനം വളരെയേറെ കുറവാണ്. അതിൻ്റെ കാരണം സ്ത്രീകളെ സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. They represent half the world's population but contribute far less than 50% of economic activity. 50% ലോകത്തിൻ്റെ മൊത്തം ജനസംഖ്യ എടുത്താൽ അതിൽ 50% സ്ത്രീകളാണ് എങ്കിൽ പോലും ലോകത്തിൻ്റെ മൊത്തം സാമ്പത്തിക പ്രവർത്തനം എടുക്കുകയാണെങ്കിൽ അതിൽ 50% പോലും സ്ത്രീകളുടെ ഒരു സംഭാവന ഇല്ല. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment. So ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതിന് ക്രിസ്റ്റ്യൻ ലഗാർഡ് തന്നെ ഒരു ഓപ്ഷൻ പറയുകയാണ്. അതായത് അവസരങ്ങളുടെ വാതിലുകൾ സ്ത്രീകൾക്ക് മുന്നിൽ തുറന്നിടുക. വെറുതെ അവസരങ്ങളുടെ വാതിലുകൾ സ്ത്രീകൾക്ക് മുന്നിൽ തുറന്നിട്ടാൽ മാത്രം പോരാ. സോ സ്ത്രീകൾക്ക് ദേ നീഡ് എ 3 L's ഓഫ് എംപവർമെൻറ്റ്. സ്ത്രീകൾക്ക് ഈ 3 L'സിൻ്റെ ഒരു ശാക്തീകരണം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ 3 L's?
The first L is learning, second L is labor, and third L is leadership. എന്താണ് ലേണിംഗ്? വിദ്യാഭ്യാസം. Give education to women. Then what is second? Give labor, തൊഴിൽ. That is give labor to employment. Women should be employed. Then what is third one? That is leadership. സ്ത്രീകളെ നേതൃസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഈ 3 എൽസിനെ കുറിച്ച്, ഈ 3 എൽസിനെ കുറിച്ചാണ് ഇവിടെ ക്രിസ്റ്റ്യൻ ലഗാർദ് പറയുന്നത്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് 3 എൽസ്, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഇൻ ദ ലൈഫ് ഓഫ് വിമൻ. സോ ദറ്റ് ഈസ് വാട്ട് ക്രിസ്റ്റ്യൻ ലഗാർദ് ഈസ് ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് ലേണിംഗ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. സോ വിദ്യാഭ്യാസം എന്ന അടിസ്ഥാന ഘടകത്തെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ പരിവർത്തനങ്ങളും ഈ ഭൂമിയിൽ നടന്നിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ മാറ്റങ്ങൾ സാധ്യമാകൂ. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. സോ ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ്. സ്വയം സഹായിക്കാൻ സ്ത്രീകളെ വിദ്യാഭ്യാസം പ്രാപ്തരാക്കുന്നു. അതുപോലെ തന്നെ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കപ്പെടലിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. അതായത് ഇവിടെ ഒഴിവാക്കപ്പെടൽ എന്ന് പറയുന്നത് സ്ത്രീകളെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. മെയിൻ സിനാരിയോയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് സ്ത്രീകൾക്ക് മെയിൻ സിനാരിയോയിലേക്ക് വരണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ 2 ഗുണങ്ങളാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ 2 ഗുണം. ഒന്ന്, എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് എഡ്യൂക്കേഷൻ ഹെൽപ്സ് women to shackle or break the chains of exclusion. So ഇത് രണ്ടും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന 2 ഗുണങ്ങളാണ്. Nowhere is this more essential than in the developing world. സോ ഒരു വികസ്വര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. There is an African adage means proverb. സോ ഒരു പഴമൊഴി, ആഫ്രിക്കൻ പ്രൊവേർബ് ഉണ്ട്. അതിനെക്കുറിച്ച് അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങൾ ഒരു ആൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ യു ട്രെയിൻ എ മാൻ, നിങ്ങൾ ഒരു പുരുഷനെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങളൊരു ഗ്രാമത്തെ തന്നെ ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, സോ ലേണിംഗ് അതായത് വിദ്യാഭ്യാസം 1ാമത്തെ സ്റ്റെപ്പ് ആണ് എങ്കിൽ ലേബർ ഈസ് ദ സെക്കൻഡ്, തൊഴിൽ 2ാമത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ ഘടകം വിദ്യാഭ്യാസമാണ് എങ്കിൽ തൊഴിൽ 2ാമത്തെ ഘടകമാണ്. ലേബർ ഈസ് ദ സെക്കൻഡ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. സോ സ്ത്രീകൾക്ക് അവരുടെ യഥാർത്ഥ കഴിവ് പുറത്തെടുക്കാനും അവരുടെ കഴിവിനനുസരിച്ച് വളരാനും സ്ത്രീകളെ തൊഴിൽ പ്രാപ്തരാക്കുന്നു. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇന്ന് സ്ത്രീകൾ ഒരു വർക്ക് ഫോഴ്സിലേക്ക് വരികയാണെങ്കിൽ, ഒരു ജോലിയിടത്തിലേക്ക് വരികയാണെങ്കിൽ 3 കാര്യങ്ങൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒന്ന്, ലോ വേജ്, അതായത് ഉയർന്ന കൂലി ലഭിക്കാതിരിക്കുക. 2, ലോ സ്റ്റേറ്റസ്, അതായത് ഒരേ പദവി ലഭിക്കാതിരിക്കുക. ദെൻ 3, അതുപോലെ തന്നെ 3, ലോ സെക്യൂരിറ്റി ജോബ്സ്, അതായത് സ്ത്രീകളുടെ ജോലിക്ക് യാതൊരുവിധ ഉറപ്പും നൽകാതിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് ഇന്ന് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ദ ഫസ്റ്റ് വൺ ഈസ് ലോ വേജ്, സെക്കൻഡ് വൺ ഈസ് ലോ സ്റ്റേറ്റസ്, ദെൻ തേർഡ് വൺ ഈസ് ലോ സെക്യൂരിറ്റി, അതായത് തുല്യ ജോലിയാണെങ്കിൽ പോലും പുരുഷന്മാർക്ക് തുല്യമായ വേതനം ലഭിക്കാതിരിക്കുക, തുല്യ ജോലിയാണ് എങ്കിൽ പോലും പുരുഷന്മാർക്ക് തുല്യമായ പദവി ലഭിക്കാതിരിക്കുക, അതുപോലെ തന്നെ തുല്യ ജോലിയാണെങ്കിൽ പോലും പുരുഷന് നൽകുന്ന കരുതലും ഉറപ്പും സെക്യൂരിറ്റിയും സ്ത്രീകൾക്ക് നൽകാതിരിക്കുക. അപ്പോൾ ഇത് 3 ഇന്ന് സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. സോ ഗ്ലോബലി, അതായത് ലോകാടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരേ വിദ്യാഭ്യാസവും ഒരേ തൊഴിലും ചെയ്യുന്ന പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിൽ പുരുഷന് ലഭിക്കുന്നതിൻ്റെ 1/3 സാമ്പത്തിക നേട്ടം മാത്രമേ ഇന്ന് നിലവിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോം ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്റ്റ്യൻ ലഗാർദ് ഉയർത്തിക്കൊണ്ടുവരുന്ന
ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് ഒരേ ജോലിക്ക് ഒരേ കൂലി. Recent research show that eliminating gender gaps in economic participation can bring an increase in per capita income. So അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരേ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും ഒരേ ശമ്പളം കൊടുക്കുകയാണ് എങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തെ വരെ ഒരു പരിധിവരെ ഉയർത്താൻ സഹായകമാവും എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീക്കും പുരുഷനും ഒരേ കൂലി നൽകുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ആളോഹരി വരുമാനം തീർച്ചയായിട്ടും നല്ല രീതിയിൽ, ഗണ്യമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ അടുത്ത കാലത്തെ പഠനങ്ങൾ. വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ അവകാശങ്ങൾ മാത്രമല്ല, കൂടുതൽ അവസരങ്ങൾ കൂടി സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ നൽകേണ്ടിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. അത് നിലവിലുള്ള നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആകുന്നതിൽ പോലും യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിംഗ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോ ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് വിമൻ. സോ അതിനിവിടെ ഒരു എക്സാമ്പിളായിട്ട്, ഒരു ഉദാഹരണമായിട്ട് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിരിക്കുന്നത്, പിതൃസ്വത്ത് അല്ലെങ്കിൽ മാതൃസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തേണ്ടതില്ല, അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവകാശം നൽകണം എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഇപ്പം നിലവിലുള്ള പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസിൽ ചില മാറ്റങ്ങൾ ഒക്കെ വരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അതുമാത്രമല്ല, പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഓഫ് വിമൻ. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ രാജ്യത്തെ നിയമങ്ങൾ മാറ്റണം അല്ലെങ്കിൽ പൊളിച്ചെഴുതണം എന്നൊരു സജഷൻ കൂടി ഇവിടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് വെക്കുന്നുണ്ട്. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. അതുമാത്രമല്ല, സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണം. അതുവഴി സ്ത്രീകൾക്ക് ഒരു സാമ്പത്തികമായ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കണം എന്നാണ് ഇവിടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ ദ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ലേണിങ്ങും ലേബറും, അതായത് വിദ്യാഭ്യാസവും തൊഴിലും സ്ത്രീ ശാക്തീകരണത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറുകയാണ്. The third L is leadership that enables women to rise and fulfill their innate abilities and talents. So മൂന്നാമത്തെ L എന്ന് പറയുന്നത് that is leadership, അതായത് നേതൃത്വം. That enables women to rise and fulfill their innate abilities and talents. So തങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളും ടാലൻസും എല്ലാം പുറത്തെടുക്കണമെങ്കിൽ സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അത് എക്സ്പോസ് ചെയ്യണമെങ്കിൽ സ്ത്രീകളെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിരിക്കുന്നത്. There is plenty of room for improvement. സോ ഇവിടെ അതിനുള്ള ധാരാളം സ്പേസ് നമ്മുടെ ലോകത്ത് അവൈലബിൾ ആണ്. നമ്മൾ അവരെ സ്ത്രീകളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി. The irony is that when women lead, they tend to do as good a job as others, if not a better job. So the irony is that, so ഇവിടുത്തെ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എന്താണ്? Women lead, they tend to do as good a job as others, if not a better job. So പുരുഷന്മാർ ചെയ്യുന്ന പോലെ തന്നെ, അത്രയും മെച്ചമായി തന്നെ ഇവിടെ സ്ത്രീകൾക്കും ഒരു ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരേ പദവിയിൽ പുരുഷനും സ്ത്രീക്കും ഒരേപോലെ ശോഭിക്കാൻ കഴിയും എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ ഒരു പക്ഷം. They are more likely to make decisions based on consensus building, inclusion, compassion and with a focus on long-term sustainability. സോ 4 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്ത്രീകൾ സാധാരണയായി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒന്ന് കോൺസെൻസസ് ബിൽഡിംഗ്, അതായത് എല്ലാ ആളുകളെയും ഒരുമിച്ച് ഒരു ഏക തീരുമാനത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഐക്യ തീരുമാനത്തിലേക്ക്, ഐകകണ്ഠേന ഒരു തീരുമാനത്തിലേക്ക് എല്ലാ ആളുകളെയും കൊണ്ടുവരാൻ ശ്രമിക്കുക. ദെൻ ഇൻക്ലൂഷൻ, അതായത് ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുക. മൂന്നാമത് കമ്പാഷൻ, ഒരു സഹാനുഭൂതിയോടുകൂടി, ഒരു അനുകമ്പയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ദെൻ നാലാമത്തെ വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അതായത് വളരെ ഏറെക്കാലത്തേക്ക് നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ഈ 4
ഘടകങ്ങളെ ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൺസെൻസസ് ബിൽഡിംഗ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻക്ലൂഷൻ, തേർഡ് വൺ ഈസ് കമ്പാഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. It is true that women sometimes lack the confidence to match their competence. സോ ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നരേറ്റീവ് ഇൻ ദെയർ ഫേവർ. പക്ഷേ സ്ത്രീകളുടെ ആ ഒരു മാനസികാവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ അവരെ ചേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടവർ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരെ പോലെ കാണപ്പെട്ടാലും വളരെ പെട്ടെന്ന് തന്നെ സ്ത്രീകൾ അവരുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ച് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അത്യാവശ്യമാണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഉള്ള ഒരു സന്നദ്ധത സ്ത്രീകൾ പ്രകടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദ കംഫർട്ട് സോൺസ്. വെല്ലുവിളികൾ ഏറ്റെടുത്താൽ മാത്രം പോരാ, അവരുടെ ഇപ്പം നിലവിലുള്ള ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് കാര്യങ്ങളെ നോക്കിക്കാണാനും അതിനെ നേരിടാനുമുള്ള ഒരു ചങ്കൂറ്റം സ്ത്രീകൾ കാണിക്കേണ്ടതാണ്. Nonetheless, even those with the drive to succeed continue to face barriers. സോ എന്നിരുന്നാലും വിജയിക്കണം എന്ന ആഗ്രഹമുള്ള സ്ത്രീകളുടെ എല്ലാം മുന്നിൽ ഓരോരോ തടസ്സങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരം തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് വേണം സ്ത്രീകൾക്ക് തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ അല്ലെങ്കിൽ വിജയിക്കാനായിട്ട്. Whether we are talking about providing primary education for girls in a village or executive positions for women in business. സോ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന കാര്യമായാൽ പോലും, അതല്ല സ്ത്രീകൾക്ക് വലിയൊരു എക്സിക്യൂട്ടീവ് പൊസിഷൻ നൽകുന്ന കാര്യമായാൽ പോലും ഇതിനെല്ലാം ധാരാളം തടസ്സങ്ങൾ വന്നു ചേരും. ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. It is time to create a world where all women meet their potential without impediment and prejudice, and the world will reap the benefits. So it is time to create a world. So ഒരു പുതിയൊരു ലോകം സൃഷ്ടിക്കേണ്ട സമയം ആയിട്ടുണ്ട്. ഇനി എങ്ങനെയുള്ള ലോകമാണ് പുതിയതായി സൃഷ്ടിക്കപ്പെടേണ്ടത്? Where all women can meet their potential without impediment and prejudice. അതായത് യാതൊരുവിധ തടസ്സങ്ങളോ യാതൊരുവിധ മുൻവിധികളോ ഇല്ലാതെ സ്ത്രീകളെല്ലാം അവരുടെ കഴിവിൻ്റെ പരമാവധി എത്തുന്ന ഒരു ലോകം. അതായത് യാതൊരു മുൻവിധികളോ തടസ്സങ്ങളോ ഇല്ലാതെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് അവരാഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാനും ലക്ഷ്യത്തിലെത്താനും പറ്റുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെടേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ദ വേൾഡ് വിൽ റീപ് ദ ബെനഫിറ്റ്സ്. അതുമാത്രമല്ല ലോകം അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. The 3 L's will help us get there. സോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ ഈ 3 L's സഹായിക്കും. അതായത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. സോ നമുക്ക് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തത നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ എന്നുദ്ദേശിക്കുന്ന സ്ത്രീകൾ വ്യത്യസ്തത ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ തങ്ങൾക്ക് ആ വ്യത്യസ്തത നൽകാനായിട്ട് സാധിക്കും. അതിനുള്ള കഴിവ് സ്ത്രീകളിൽ അന്തർലീനമായി കിടപ്പുണ്ട് എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തിങ്ക് ആൻഡ് റൈറ്റ് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ 3 essential factors for empowerment? Learning, labor and leadership. So these three are the basic factors for women empowerment. Then the role of educated empowered women in building a strong nation. അതായത് ഒരു ശക്തമായ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്ത്രീകളുടെ പ്രാധാന്യം എന്ത്? അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിച്ച ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളുടെ പ്രാധാന്യം എന്ത്? രണ്ടാമത്തെ ചോദ്യം, ദ റോൾ ഓഫ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് മേക്കിംഗ് എ വിമൻ ലിബറേറ്റഡ്. എങ്ങനെയാണ് ലേണിംഗ്, വിദ്യാഭ്യാസം, ലേബർ, തൊഴിൽ ആൻഡ് ലീഡർഷിപ്പ്, നേതൃത്വം, ഈ മൂന്നും ഒരു സ്ത്രീയെ സ്വതന്ത്രമാക്കുന്നത്, അല്ലെങ്കിൽ അവളെ എങ്ങനെയാണ് പ്രാപ്തയാക്കുന്നത്? ദെൻ മൂന്നാമത്തെ ചോദ്യം, വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദ കംഫർട്ട് സോൺസ്, ഡിസ്കസ്. സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം എന്ന് ഇവിടെ പറയാൻ കാരണം എന്താ?
അതായത് സ്ത്രീകൾ തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ തങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവർ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകളോട് തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഇവിടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് ആവശ്യപ്പെടുന്നത്. വിമൻ സംടൈംസ് ലാക്ക് കോൺഫിഡൻസ് ടു മാച്ച് ദ കോമ്പീറ്റൻസ്. സോ ചില സമയങ്ങളിൽ സ്ത്രീകൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടവർ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായി കാണപ്പെടും. എങ്ങനെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതിന് പല പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ അവരുടെ എക്സ്പോഷറിൻ്റെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലഭിക്കുന്ന ട്രെയിനിങ്ങിൻ്റെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ വീക്ക്നെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിൽ പവറിൻ്റെ കുറവുകൊണ്ടായിരിക്കാം. അപ്പം അവർക്ക് കൃത്യമായ മോട്ടിവേഷനും അതുപോലെ തന്നെ നല്ല അഡീഷണൽ സപ്ലിമെൻ്ററി സപ്പോർട്ടും ലഭിക്കുകയാണ് എങ്കിൽ, ട്രെയിനിങ് ലഭിക്കുകയാണ് എങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വിമൻ? സ്ത്രീകളിൽ എങ്ങനെയാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നത്? സോ ഇവിടെ ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ഈ 3 ഫാക്ടേഴ്സിൻ്റെയും സഹായത്തോടെ നമുക്ക് സ്ത്രീകളിൽ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ സ്ത്രീകൾക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയാവും. അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കുന്നതിലൂടെ തങ്ങളെക്കുറിച്ചുള്ള ഒരു മതിപ്പും ഒരു എക്കണോമിക് ഇൻഡിപെൻഡൻസും ആവും. നേതൃസ്ഥാനത്തേക്ക് ലീഡർഷിപ്പിലേക്ക് വരുന്നതോടെ തങ്ങളുടെ കഴിവ് എന്താണ് എന്ന് സ്ത്രീകൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ ആക്ടിവിറ്റി, ക്യാൻ സ്പീച്ചസ് മേക്ക് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ ഹ്യൂമൻ മൈൻഡ്? മനുഷ്യ മനസ്സുകളിൽ പ്രസംഗങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കുമെന്നും സാധിക്കില്ല എന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്താലും യു ഹാവ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. ദെൻ വാട്ട് ഡു വി മേക്ക് സ്പീച്ചസ്? വൈ ഡു വി മേക്ക് സ്പീച്ചസ്? നമ്മൾ എന്തിനാണ് സ്പീച്ചസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? ഹിയർ ആർ ദ എക്സെപ്റ്റ് ഫ്രം 2 വെൽ നോൺ പെർsuasive സ്പീച്ചസ്. സോ 2 വെൽ നോൺ പെർsuasive മീൻസ് പ്രേരിപ്പിക്കുക, അതായത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക. അങ്ങനത്തെ 2 സ്പീച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The first speech is I have a dream, delivered by മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അതായത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡെലിവർ ചെയ്ത ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന സ്പീച്ചാണ് ആദ്യം നമുക്ക് വായിക്കാനായിട്ട് തന്നിരിക്കുന്നത്. സോ ഇദ്ദേഹം 28 ഓഗസ്റ്റ് 1963 to tens of thousands of black Americans and others who assembled at വാഷിങ്ടണിൽ കൂടിയ 10,000-കണക്കിന് ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ മുന്നിൽ 1963 ഓഗസ്റ്റ് 28 ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ആ പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയത്. അതായത് അതുവരെ ബ്ലാക്ക് അമേരിക്കൻസ് അമേരിക്കയിൽ നേരിട്ടിരുന്ന ഡിസ്ക്രിമിനേഷൻ, വേർതിരിവുകളെയായിരുന്നു അദ്ദേഹം ആ സ്പീച്ചിൽ പറഞ്ഞിരുന്നത്. എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യവും അദ്ദേഹം ആ സ്പീച്ചിൽ പറഞ്ഞിരുന്നു. ഈ സ്പീച്ച് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം. ദെൻ രണ്ടാമത് ഫ്രണ്ട്സ് ആൻഡ് റൊമാൻസ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സ്പീച്ചാണ്. അത് പ്രശസ്തമായ വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു ഒറേഷനാണ് ഫ്രണ്ട്സ് റൊമാൻസ്. അതായത് ജൂലിയസ് സീസറിൻ്റെ മരണത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം മാർക്ക് ആൻ്റണി ജനങ്ങളെ ബ്രൂട്ടസിനും കാഷ്യസിനും എല്ലാം എതിരെ ജനങ്ങളെ തിരിക്കുന്ന ഒരു മനോഹരമായ സ്പീച്ചാണ് ഫ്രണ്ട്സ് റൊമാൻസ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്പീച്ച് വായിച്ചു നോക്കുക. യൂട്യൂബിൽ ഇതിൻ്റെ ഓഡിയോസും അവൈലബിൾ ആണ്, അത് നിങ്ങൾ കേട്ടു നോക്കുക. ദെൻ ഡു യു റിമെമ്പർ എനി സച്ച് ഫേമസ് സ്പീച്ച്? സോ നിങ്ങൾ അത്തരം ഏതെങ്കിലും സ്പീച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കുന്നുണ്ടോ? ഇഫ് സോ പ്രൊവൈഡ് ദ ഫോളോവിങ് ഡീറ്റെയിൽസ്. അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുക. ഹു ഡെലിവേർഡ് ഇറ്റ്? ആരാണ് ആ പ്രസംഗം നടത്തിയത്? വാട്ട് വാസ് ദ ഒക്കേഷൻ? ഏത് ഒക്കേഷനിലാണ് ആ പ്രസംഗം നടന്നത്? വെൻ വാസ് ഇറ്റ് ഡെലിവേർഡ്? എന്നാണത് ആ പ്രസംഗം നടന്നത്? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദി സ്പീച്ച്? ഈ സ്പീച്ചിൻ്റെ പർപ്പസ് എന്തായിരുന്നു? ദെൻ ഹൂ വർ ദ ഓഡിയൻസ്? ആരൊക്കെയായിരുന്നു അതിൻ്റെ ഓഡിയൻസ്? ദെൻ ഹൗ വാസ് ഇറ്റ് പ്രസൻറ്റഡ്? ഇത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യപ്പെട്ടത്? ഓക്കെ, ഇനി നമുക്കുള്ള ആക്ടിവിറ്റി, ക്രിസ്റ്റ്യൻ ലഗാർഡ് സജസ്റ്റ് വേരിയസ് മീൻസ് ഓഫ് എംപവറിംഗ് വിമൻ. സോ സ്ത്രീകളുടെ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇവിടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിട്ടുണ്ട്. ഷീ പെർസ്യൂസീവ്ലി ഇൻസിസ്റ്റ് ഓൺ ദ ഐഡിയ ദാറ്റ് വിമൻ ഷുഡ് തിങ്ക് ആൻഡ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. സോ സ്ത്രീകൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞു വരുന്നത്. കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ്,
Prepare the script of a persuasive speech on the topic education is the key to women empowerment. So education is the key to women empowerment. അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകലാണ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് യു ഹാവ് ടു പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് അറ്റ് ദ സ്കൂൾ അസംബ്ലി ഓൺ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ മാർച്ച് 8. അതായത് ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ സ്കൂൾ അസംബ്ലിയിൽ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസമാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാതൽ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സ്പീച്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.